വേനൽ മഴ വൈകിയതോടെ അങ്കലാപ്പിലായി നെൽ കർഷകർ. വിള വൈകും. ഇത്തവണ മാസങ്ങളായിട്ടും വേനൽ മഴ പെയ്യാതിരുന്നത് നെൽകർഷകരെ കടുത്ത ആശങ്കയിലാക്കിയിരിക്കുകയാണ്. വൈകി വന്നെങ്കിലും ഇതിനകം മുള പൊട്ടേണ്ടിയിരുന്ന സ്ഥാനത്ത് വിത പോലും നടത്താനായിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. കൃഷി കഴിഞ്ഞ് രാവിലെ വിതയ്ക്കാനുള്ള സമയമായ കാലഘട്ടമാണ് നമ്മളുടെ കീഴ്വഴക്കങ്ങൾ പുരാതനമായി കാരണന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം. അതിൽ ഈ പ്രാവശ്യം 3-4 മാസമായി നമുക്ക് മഴ ലഭിക്കാത്തത് കൊണ്ട് ഈ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു മഴ കിട്ടി. കൊയ്ത്ത് പൂട്ടാൻ തുടങ്ങി. ഇന്നാണ് പൂട്ടിയിരിക്കുന്നത്. സാധാരണ വിഷു കഴിഞ്ഞ വെത്തെടുത്ത് വിതയ്ക്കുന്ന ഒരു സിസ്റ്റമാണ്. ഞാറുപാകി വിതച്ച് അത് മാക്സിമം ഇടവത്തിപ്പാതി ആകുമ്പോഴത്തേനും നട്ടുന്നൊരു കാലഘട്ടത്തിലേക്കായിരുന്നു നമ്മുടെ കൃഷി രീതി മുൻപ് കാലങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം അതാകെ മാറി മാസങ്ങളോളം വൈകും. കൃഷി ഇട്ട് കഴിഞ്ഞാൽ നെല്ലെടുക്കാൻ വൈകുന്ന കാലാവസ്ഥ, നെല്ലെടുക്കുന്നതിൻ്റെ വ്യത്യാസങ്ങൾ, അനുയോജ്യമായ സാമ്പത്തികമായിട്ട് അവർക്ക് PRS കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഇട്ട നെല്ല് കർഷകൻ ഉൽപ്പാദിപ്പിച്ച നെല്ല് എടുക്കണമെന്ന് പ്രോത്സാഹിപ്പിച്ച് കൃഷി ഓഫീസർമാർ കൃഷി ഇറക്കാൻ പറയുമ്പോൾ കൃഷി ഇറക്കി ഭൂമിയും സ്വർണങ്ങളും പണയം വെച്ച് വീട് വരെ പണയം വെച്ചിട്ടാണ് ഓരോ കർഷകനും കൃഷിയിലേക്ക് പൈസ മുടക്കുന്നത്. എന്നിട്ട് ആ കൃഷിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച നെല്ല് എടുക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് കൃഷി ഓഫീസറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നിലയ്ക്ക് തുടർന്നാൽ കർഷകൻ നട്ടെല്ലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കർഷകനെ കൃഷി മാത്രമായി ഉപജീവനം കഴിക്കുന്ന ഒരു കർഷകനും ജീവിക്കാൻ വഴിയില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണയായി വിഷു കഴിഞ്ഞാലുടൻ പൊടിവിതയ്ക്ക് തയ്യാറെടുക്കുന്ന സ്ഥിതിയായിരുന്നു. ഇതാണിപ്പോൾ 1 മാസത്തോളം വൈകിയത്. ഇനി മൂപ്പ് കുറഞ്ഞ വിത്തുകൾ പരീക്ഷിക്കാനാണ് കർഷകരുടെ തീരുമാനം. ജൂൺ ആദ്യവാരം മഴ പെയ്താൽ അതിനകം നാമ്പ് പൊട്ടിയില്ലെങ്കിൽ വിത്തുകൾ വെള്ളത്തിലാകുന്ന സ്ഥിതി വരും. അത് വലിയ തിരിച്ചടിയാകും. നെല്ല് സംഭരണം തന്നെ ഇതുവരെയും നടക്കാത്ത പ്രദേശങ്ങളുമുണ്ട്. പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിക്കുന്നതോടൊപ്പം വേനൽ മഴയിലും പ്രതീക്ഷയർപ്പിക്കുകയാണിപ്പോൾ ജില്ലയിലെ നെൽകർഷകർ. UTV ന്യൂസ്, പാലക്കാട്.